ഹായ് ഓൾ. നമ്മുടെ ശിവകാർത്തികേയന്റെ ബർത്ത്ഡേ ആണ്. SK21 എന്ന പടത്തിന്റെ ഒരു ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. ഇതുവരെ SK21 ആയിരുന്നു, ഇനി അത് അമരൻ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. രാജ്കുമാർ ഡയറക്ട് ചെയ്യുന്ന പടമാണ്. അതേപോലെ GV പ്രകാശ് ആണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ മൊത്തത്തിൽ ഒരു ട്രാക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. ഇപ്പൊ തന്നെ ശിവകാർത്തികേയന് ഒരു ഫാൻ ബേസ് ഉണ്ട്, ഫാമിലി സപ്പോർട്ട് ഉണ്ട് തമിഴ്നാട്ടിൽ. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ ഒരു ട്രാക്ക് മാറ്റിപ്പിടിക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ തലപതി വിജയ് 69ാമത് പടത്തോടുകൂടി സിനിമയിൽ നിന്ന് മാറുമെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അടുത്ത ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് എല്ലാവരും കണക്കാക്കുന്നത് ശിവകാർത്തികേയനെയാണ്. ഇപ്പൊ തന്നെ ശിവകാർത്തികേയന്റെ കയ്യിൽ ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് രാജ്കുമാർ ഡയറക്ട് ചെയ്യുന്ന അമരൻ ഒരു ബയോപിക് ആണെന്ന് പറയുന്നത് കേട്ടു. അതേപോലെ തന്നെ SK23 ഡയറക്ട് ചെയ്യാൻ പോകുന്നത് AR മുരുകദോസ് ആണ്. ആ ഒരു പടത്തിനൊക്കെ AR മുരുകദോസിന് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉള്ളത് കണക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഗജനിയുടെ സെയിം ടൈപ്പ് സ്ക്രീൻ പ്ലേ ഒക്കെ ഉള്ള അതേ രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഫിലിം ആയിരിക്കും എന്നൊക്കെയാണ് ആ ഒരു സിനിമയെ കുറിച്ച് AR മുരുകദോസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ശിവകാർത്തികേയന്റെ യൂഷ്വൽ ബോഡി ലാംഗ്വേജ് ഒന്നും പറ്റാത്തത് കൊണ്ട് ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ശിവകാർത്തികേയൻ പങ്കെടുത്തിട്ടുള്ളതായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ പടങ്ങളൊക്കെ ഇനി ശിവകാർത്തികേയൻ്റെതായിട്ട് വരാണ്ടിരിക്കുകയാണ്. അപ്പം തമിഴകം ഇനി തലപതി ആ ഒരു കളം വിട്ട് പോകുമ്പോഴത്തേക്കും, ആ ഒരു സിനിമയിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴത്തേക്കും ആര് ഭരിക്കും എന്നറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ശിവകാർത്തികേയൻ എന്ന പേര് തന്നെയാണ് ഇപ്പൊ ഒരുപാട് ഉയർന്നു കേൾക്കുന്നത്. കാരണം പുള്ളി ധനുഷിന്റെ അത്രയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആക്ടിങ് സ്കിൽസ് അത്ര വലുതായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു എന്താ പറയുക, എന്റർടൈനർ എന്ന രീതിയിൽ പുള്ളി ടോപ്പാണ്. അവിടുത്തെ ഫാമിലി ഓഡിയൻസിനായാലും എല്ലാം ഇഷ്ടം ശിവകാർത്തികേയനെ തന്നെയാണ് കൂടുതൽ. എന്തൊക്കെ പറഞ്ഞാലും തലപതി ഈസ് തലപതി. ആ ഒരു ഗ്യാപ്പ് ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഒരു യൂഷ്വൽ ടോക്ക്, ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള ഒരു യൂഷ്വൽ ടോക്ക് ഇപ്പം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമ അമരൻ എന്ന ഈ ഒരു പടത്തിന്റെ ടീസർ ഒന്ന് കണ്ടുനോക്കാം. SK21 റെഡി. സോണി മിലിറ്ററി പടമാണ്. 20,000 பேஸ் கேம்ப் மேல இருக்கு. அதுல எதுல இல்லாம இங்க காஷ்மீர்ல சோபியான்ல நம்ம 44 ஆர் சீட்டா கம்பெனில இருக்கீங்கன்னா you are all the chosen ones. Oh. Hey. ஆபரேஷன் எவனும் முகத்தை மூடாது. இதான் என் முகம். இந்தியன் ஆர்மியோட முகம் அங்க இருக்கவனுக்கு காட்டு. டெரரிசம் யோசிச்சாலே ராஷ்டிரிய வந்து நெத்தி போட்டலே சுடுவாண்டான்னு அலறணும். ഡയലോഗ് ഡെലിവറി ഒക്കെ പവർഫുൾ ആയിട്ടുണ്ട്. മുകുന്ദ് വി അമരൻ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ശിവകാർത്തികേയൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഈ ഒരു മിലിറ്ററി റോള് പോലും പണ്ടത്തെ ഒരു ശിവകാർത്തികേയൻ വെച്ച് നോക്കുകയാണെങ്കിൽ എടുത്ത പൊങ്ങത്തെ റോള് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതിൽ പോലും നല്ല ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല പവർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം ഇറങ്ങട്ടെ. ഒരു ബയോപിക് ആണെന്നാണ് സംസാരം. അതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പടം വരട്ടെ. എന്തായാലും ഒരു വലിയ പടമാണ്. മിലിറ്ററി ബേസ് ആയിട്ടുള്ള ആ ഒരു അറ്റാക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. എനിക്ക് ടീസർ ഇഷ്ടപ്പെട്ടു. ശിവകാർത്തികേയന്റെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പടം നമ്മുടെ AR മുരുകദോസുമായിട്ടുള്ള ആ ഒരു പടം തന്നെയാണ്. കാരണം AR മുരുകദോസ് എന്ന ഡയറക്ടർ തല അജിത്തിന് ദീന എന്ന പടത്തിലൂടെ ഒരു ഒരു വഴിത്തിരിവ് കൊടുത്തു. അതേ കണക്ക് തന്നെ നമ്മുടെ സൂര്യക്ക് ഗജനി എന്ന പടത്തിൽ, അത് ശരിക്കും പറഞ്ഞ സൂര്യ എന്ന നടന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ആ ഒരു പടം. അതേപോലെ തലപതിയുടെ കരിയറിൽ പോലും സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പടമാണ് തുപ്പാക്കി എന്ന് പറയുന്ന പടം. വളരെ ഡൗൺ ആയിട്ട് നിന്ന് ആ ഒരു സമയത്ത് കിട്ടിയ ആ ഒരു പടത്തിലൂടെയാണ് പിന്നെ തലപതി ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്ക് വളർന്നത്. ആ ഒരു പടമായിരുന്നു അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നെ എല്ലാത്തിന്റെ ഒരു ഇപ്പൊ കാണുന്ന തലപതിയുടെ ഒരു തുടക്കം തുപ്പാക്കി എന്നായിരുന്നു. അപ്പൊ അതേപോലെ മിക്ക നടന്മാരുടെ കരിയറിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പടം ARM എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഉള്ള ഈ ഒരു യങ് ജനറേഷനിൽ നിന്ന് വരുന്ന ശിവകാർത്തികേയന് ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും SK23 എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എന്തായാലും അത് അതേപോലെ തന്നെ വരട്ടെ. ഞാൻ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു പടമാണത്. എന്തായാലും വെയിറ്റിംഗ്. ഈ ഒരു പടത്തിനായിട്ടും വെയിറ്റിംഗ്. എനിക്ക് ടീസർ ഇഷ്ടപ്പെട്ടു.